2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് മോദി അമിത്ഷാ നന്ദ കൂട്ടുകെട്ട് ദക്ഷിണേന്ത്യയിൽ പരമാവധി ശ്രദ്ധിക്കുവാനും വടക്കേ ഇന്ത്യയിൽ കുറവ് വരുന്ന പാർലമെന്റ് സീറ്റുകൾ അത് ദക്ഷിണേന്ത്യയിൽ നിന്നും നേടി നിലനിർത്തുവാനും പദ്ധതികൾ ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കർണാടക, ആന്ധ്ര, തെലുങ്ക് ദേശം, തമിഴ്നാട്, കേരളമടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ നിരവധി തവണ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ആളുകൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലുമൊക്കെ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. അത് ഇത്തവണത്തെ NDA സർക്കാർ രൂപീകരണ വേളയിൽ ഒരു സഹായമാകുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി പ്രവർത്തനമാണ് തമിഴ്നാട്ടിലും കേരളത്തിലും NDA കാഴ്ചവെച്ചത്. അതിൽ സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ നിന്നും ഒരു സീറ്റ് കരസ്ഥമാക്കിയെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും ഒരു സീറ്റും നേടുവാനായില്ല. എങ്കിൽ പോലും തമിഴ്നാട്ടിൽ 11 പാർലമെന്റ് സീറ്റിലാണ് BJP രണ്ടാം സ്ഥാനത്ത് എത്തിയത്. കേരളത്തിലാകട്ടെ ഒരു സീറ്റ് ലഭിച്ചത് കൂടാതെ പാർലമെന്റ് സീറ്റിൽ രണ്ടാമതെത്തുകയും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താകുകയും 8 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തുകയും ചെയ്തു. അത് ഭാവിയിൽ വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതുമാണ്. അതിൽ തന്നെ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്തിയില്ലെങ്കിൽ പോലും കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വലിയൊരു മുന്നേറ്റം നടത്തിയ പാർലമെന്റ് മണ്ഡലമായിരുന്നു ആലപ്പുഴ. അവിടുത്തെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വന്നതോടെ ചിത്രം മാറുകയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ BJPയുടെ ഒരു കേന്ദ്രീകൃത മണ്ഡലമായി മാറുകയും ചെയ്തു ആലപ്പുഴ. അടുത്ത വർഷം കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതും BJPയുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതിനാലും ഇനി ഒരു നേതൃത്വമാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള BJP ദേശീയ നേതൃത്വം ഇത്തവണ ശോഭാ സുരേന്ദ്രനിലൂടെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് NDAക്ക് കേരളത്തിലെ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തൊരു സന്ദർഭമായിരുന്നു ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിലും അതേപോലെ തന്നെ CPMലെ പല പ്രമുഖരുടെയും ബൂത്തിലുമൊക്കെ വലിയ വോട്ടുകൾ നേടുകയും ചില ബൂത്തുകളിൽ NDA ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സൂചനയായിട്ടാണ് BJP നേതൃത്വം ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ വിജയിച്ച MP ആയിട്ടുള്ള സുരേഷ് ഗോപിയിലൂടെ കേന്ദ്ര സഹായ പദ്ധതികളെ മുൻനിർത്തിയുള്ള പ്രവർത്തനം ഭാവിയിൽ കേരളത്തിൽ കാഴ്ചവെക്കുവാനും ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അമരത്ത് എത്തുകയും ചെയ്യുന്നതോടെ കേരളത്തിൽ NDA കക്ഷികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സമൂലമായിട്ടുള്ള ഒരു മാറ്റം വരുത്തുവാനും സാധിക്കും. 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരമാവധി മെമ്പർമാരെയും പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തിലെത്തുവാനും NDAക്ക് സാധിക്കുന്ന തരത്തിലാണ് BJP പദ്ധതികൾ തയ്യാറാക്കുന്നത്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏത് വിധേയനെയും അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യവും BJP മുന്നോട്ട് വയ്ക്കുകയാണ്. നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഇപ്പോൾ ദേശീയ സെക്രട്ടറിയാകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ BJPയിൽ അടിമുടിയുള്ള ഒരു അഴിച്ചുപണിക്കാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ തയ്യാറാകുന്നത്.